നെൽകർഷകരുടെ ആവലാതികൾ നിയമസഭയിൽ ഉയർത്തിക്കാട്ടി ചിറ്റൂർ എം.എൽ.എ. നഷ്ടം കാരണം പലരും കൃഷി ഉപേക്ഷിച്ചുവെന്ന് പിതാവിന്റെ പേര് പരാമർശിച്ച സുമേഷ് അച്യുതൻ. കർഷകന്റെ വിയർപ്പുണങ്ങുന്നതിനു മുമ്പ് സംഭരിക്കുന്ന നെല്ലിന് വില നൽകാൻ സർക്കാരിന് കഴിയണം. പാലക്കാടൻ മട്ടയ്ക്കുള്ള ഖ്യാതി കണക്കിലെടുക്കണം. മില്ലുകാർ കർഷകരോട് കാട്ടുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നും സുമേഷ് സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. നെല്ലറയായ പാലക്കാട് ജില്ലയിലെ നെൽകൃഷിയുടെ ഹൃദയഭൂമിയായ ചിറ്റൂരിനെ പ്രതിനിധീകരിച്ച് ഈ സഭയിൽ സംസാരിക്കാൻ എനിക്ക് അവസരം നൽകിയ ചിറ്റൂരിലെ കർഷകർക്കും ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സർ, നെൽകൃഷി ഉപജീവനമാർഗമാക്കിയ കുടുംബത്തിൽ 12 മക്കളിൽ ഒരാളായി പിറന്ന് 20 വർഷക്കാലം ഈ സഭയിൽ കർഷകരുടെ ശബ്ദമായി പ്രവർത്തിച്ച കെ അച്യുതൻ്റെ മകനാണ് സാർ ഞാൻ. എന്നാൽ ഇപ്പോൾ ഒരു 4 അംഗ കുടുംബത്തിന് പോലും മറ്റെന്തെങ്കിലും വരുമാനമില്ലാതെ നെൽകൃഷിയെ മാത്രം ഉപജീവനമാർഗം ആക്കാൻ കഴിയാത്ത സ്ഥിതിയായി സാർ. അതിനാൽ കർഷകരുടെ പ്രശ്നങ്ങൾ വലിയ ഉത്തരവാദിത്തോടുകൂടിയാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത്. നമ്മുടെ കർഷകർ വിയർപ്പൊഴുക്കി ഉൽപ്പാദിപ്പിച്ച് നെല്ല് സപ്ലൈകോ സംഭരിച്ച ശേഷം അതിൻ്റെ വില യഥാക്രമം നൽകാത്തതിനാൽ കർഷകർ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി കിട്ടാവുന്നിടത്തുനിന്നെല്ലാം കടം വാങ്ങിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ വിളയിറക്കാൻ കഴിഞ്ഞത്. പലരും കൃഷി തന്നെ ഉപേക്ഷിച്ചു. UDF അധികാരത്തിലേറിയ ഉടൻ നെല്ലുവില നൽകുന്നതിലെ തടസ്സങ്ങൾ നീക്കി ഒരു താൽക്കാലിക പരിഹാരമുണ്ടാക്കിയത് പാലക്കാടിലെ കർഷകർക്ക് വലിയ ആശ്വാസമാണ്. കേന്ദ്രം നെല്ലുവില കൂട്ടുന്ന സമയത്ത് കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാനം കുറയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അടുത്ത സീസൺ മുതൽ കർഷകൻ്റെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് അവൻ്റെ അധ്വാനത്തിന് ഉയർന്ന പ്രതിഫലം ലഭിക്കണം. അത് കിലോയ്ക്ക് ഒരു 35 രൂപയെങ്കിലും ആക്കി കിട്ടിയാലേ നെൽകർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് അരിയാക്കി തിരിച്ചു നൽകുകയാണ് മില്ലുടമകളുടെ ചുമതല. പാലക്കാടൻ മട്ടയ്ക്ക് ഇന്ന് ദേശീയ അന്തർദേശീയ തലത്തിൽ വലിയ മൂല്യമുണ്ട്. പാലക്കാട്ടിൽ നിന്ന് ഉമ, ജ്യോതി, കാഞ്ചന എന്നീ മട്ടനെല്ലുകൾ സംഭരിച്ച് ഉയർന്ന വിലയ്ക്ക് വിദേശ വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യുകയും പകരം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മട്ടയരി സപ്ലൈകോയ്ക്ക് തിരിച്ചു നൽകുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളനെല്ല് സംഭരിക്കുമ്പോൾ കിൻഡലിന് 2 കിലോയും 3 കിലോയും വരെ കുറച്ചാണ് അളവ് വയ്ക്കുന്നതെന്ന പരാതിയുണ്ട്. ഇത് പരിശോധിച്ച് അത്തരത്തിലുള്ള മില്ലുകാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടിയുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിവേചനങ്ങൾ അവസാനിപ്പിക്കുകയും കർഷകരുടെ അധ്വാനത്തിന് ന്യായമായ പ്രതിഫലം ഉറപ്പാക്കുകയും വേണമെന്ന് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.